ഇറാൻ US സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. അതിന് നേതൃത്വം നൽകിയ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി അല്പസമയം മുമ്പ് എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിരാശനാണ്, നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചർച്ചകൾ, ഈ സമാധാന ചർച്ചകൾ ദുർബലപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിൽ അമേരിക്കയോട് അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ഇത് ആഗോള സമാധാനത്തിന് വെല്ലുവിളിയാണ്, ഇത് ആഗോള സമാധാനത്തെ തകർക്കുന്ന ഒരു നടപടിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു എക്സ് പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. ഈ നിലവിലെ സാഹചര്യത്തിൽ ഒമാനിൽ ഈ സംഘർഷ സാധ്യതകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ ഒമാൻ്റെ നേതൃത്വത്തിലും ഖത്തറിൻ്റെ നേതൃത്വത്തിലുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാനി അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഒമാനിലെ ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് നൽകുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ അതിനെ ബാധിച്ചേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഒമാൻ എയർപോർട്ട്സ് നൽകുന്നുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായിട്ട് തന്നെ എയർലൈൻസ് അധികൃതരുമായി യാത്രക്കാർ ഈ പറയുന്ന ആശയവിനിമയം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഒമാൻ എയർപോർട്ട്സ് വ്യക്തമാക്കുന്നുണ്ട്.